ആ, ഡോക്ടർ എവിടെയൊക്കെ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് സിറ്റി വരെ പോണം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും. ഞാനും ടൗണിലേക്കാ പോകുന്ന വഴി ഡോക്ടറുടെ വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ. ഏതായാലും സിറ്റി ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ ഒരാള് മാത്രമല്ലേ വണ്ടിയിലുള്ളൂ. ഡോക്ടർ ആണെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ജങ്കാർ ജെട്ടിയിൽ ഇറങ്ങണം, അവിടുന്ന് ജങ്കാറി കയറണം, പിന്നെ ജങ്കാറിൽ നിന്ന് ഇറങ്ങണം, പിന്നെ അവിടുന്ന് ബസ്സോ ഓട്ടോയോ പിടിച്ച് ടൗണിൽ പോണം. അല്ലയോ? എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അതുകൊണ്ടാ. അല്ല, എന്റെ വണ്ടിയിൽ എന്റെ കൂടെ തനിയെ. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ്. നീങ്ങിയിരുന്നോ? എടാ, വണ്ടി വിട്ടോ. എന്നടാ നശിച്ച തള്ള വരുന്നുണ്ട്. അമ്മോ, എവിടെ? ഇത് അവിടെ. ഹലവലാദികളെ, നിങ്ങളായിരുന്നോ? എടാ, പണിക്കരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി. എന്റെ വല്ലാർവാർ തമ്മേ, കുഞ്ഞേ കുഞ്ഞേ. ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ. ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ? എന്താ മിണ്ടായിരിക്കുന്നത്? മൗനം സമ്മതലക്ഷണമാണല്ലോ. അപ്പൊ ശരിയാണെന്നർത്ഥം. നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽ ഭടന്മാരാണല്ലേ? എടാ, ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് പോകൃതനാണ് കാണിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ വടി തരും. ഇവരെ തല്ലൊന്നും വേണ്ട, അറിവുകേടുകൊണ്ട് ചെയ്തായിരിക്കും. ഒന്ന് ഉപദേശിച്ചു വിട്ടാ മതി. നിങ്ങളൊരു ഡോക്ടറാണല്ലോ. ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യോ? പിന്നെ പോലീസ് സ്റ്റേഷനെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം, ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ. അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത്. ആ, ഓക്കെയോ? എവരുടെ ജാമ്യത്തിലൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തൂടെ പിടിച്ച് കിടത്താൻ ഇവിടെ സ്ഥലമില്ല. പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ കെട്ടിത്തൂങ്ങിച്ചാകുകയോ മറ്റു വല്ല അപകടമോ കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ സമാധാനം പറയേണ്ടി വരും. എനിക്കറിയാവുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പോയില്ല എന്നത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കയ്യിൽ കെട്ടിയിടും. പക്ഷെ ആളുകളുണ്ട്, അത് മോശമല്ല. അപ്പൊ എങ്ങനെ പോകുന്നു? അതോ എങ്ങനെ? ഞങ്ങൾ പോയിക്കോളാം. ആവേശ സ്ഥലം ഇവിടെ നടത്തണേ. ഡോക്ടർ, നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ആ പിള്ളേർ എന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ്, എൻക്വയറി, നാളെ അവന്മാര് വേറെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലിയായില്ലേ? എന്നെ കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പറയിക്കാതെ എഴുതിക്കാതെ നോക്കണം. ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ, പണിയും വേലയില്ലാതെ നടക്കുന്ന അലവലാദികളായ 4 ചെറുപ്പക്കാർ. നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ അങ്ങ് വെക്കണം. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ വയ്ക്കുള്ളൂ. ഇനി അവന്മാർ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ധൈര്യമായിട്ട് വയ്ക്കുള്ളൂ. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഒരൊറ്റ എസ് ഐ പോലും നമ്മളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഉണ്ടോടാ? ഏയ്, അവനടിച്ച് നമുക്ക് കാലിൽ താത്തിയാലോ? അത് വേണോ? ഭയം മയ്യത്തായി പോകൂലേ? പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കിക്കൊന്നാലാ? എന്നാ അവന്റെ കൈകൾ തല്ലി ഓടിക്കാം. അതെ. അയ്യോ അതൊന്നും വേണ്ടടാ, വെറുതെ ഇല്ലാത്ത പുലിവാലൊന്നും പോകണ്ട. ഏയ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അവനെ വെറുതെ വിട്ടുവിടും. എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും. അള്ളാണ് ഞാനില്ല. നിക്കവിടെ. എന്തിനാ പേടിക്കുന്നത്? ഞാന് ഇതുവഴി ജീപ്പി പോവായിരുന്നു. ഗ്രാമപ്രദേശമല്ലേ, വല്ല അവിഹിതവും അടിപിടിയൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണല്ലോ. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോഴാ ഒരു കുശുകുശുക്കും വർത്താനവും കേട്ടത്. നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊല്ലണം. ഒന്ന് നേരെ ചൊവ്വേ ഞെരടാൻ പോലും ഇല്ലല്ലോടാ മോനെ. വന്ന ഉടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റിയും പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ 4 ജഡ്ജിമാരെ കുറിച്ചുമാണ്. ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു, ഇപ്പോഴിതാ വീണ്ടും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ എല്ലാവർക്കും നല്ലത്. നാട്ടിൽ നീതിയും ന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല. ആ ശരി ശരി, സംസാരം നടത്തണ്ട, കാര്യമാണ്. ഇവനാണ് സാർ ചാരായം കുടിച്ചിട്ട് തിയേറ്ററിൽ ബഹളം വെച്ചിട്ട് ഒളിച്ചു നടന്നിരുന്നത്. ചാരായം കുടിച്ചാലേ വയറ്റി കിടക്കണം. അല്ലാതെ സിനിമ കാണാൻ വരുന്ന പെൺപിള്ളേരുടെ കാലയെ ചൊറിഞ്ഞോ മുഖത്ത് തോണ്ടിയോ അല്ല വീരം കാണിക്കേണ്ടത്. ആ, നീ അവിടെ മുട്ട നിന്നോ, മാറ്റിന് കഴിഞ്ഞിട്ട് പോയാ. ആ സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു. എഴുന്നേക്കടോ. എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ? നീ എന്താടാ കുർബാനയാണ്? അവനോടല്ല, തന്നോടാ. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനാരാ? ഹോം മിനിസ്റ്ററോ? അല്ല സാർ, ഞാൻ കുര്യാപ്പള്ളി കുര്യാക്കോസ്. സാറൊരു തമാശക്കാരനാണല്ലോ. കുര്യാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കയറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കസേര ഇട്ടിരിക്കുന്നത്. കുട്ടപ്പ സാറുള്ളപ്പോ കുട്ടപ്പൻ സാറ് പോയ വിവരം അറിഞ്ഞില്ല അല്ലേ? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സാറിന് ബംഗ്ലാവിലേക്ക് മുതലാളി. ഏത് മുതലാളി? ഇവിടെ ഒറ്റ മുതലാളിയേ ഉള്ളൂ, പണിക്കര് മുതലാളി. ആ, എന്നെ കാണണമെന്ന് തന്റെ മുതലാളിക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു 5 മണിയുടെ ഇവിടെ തന്നെ കാണും. അയ്യോ സാറേ, ഇവിടുത്തെ കീഴ്വഴക്കം. പുതിയതായി വരുന്ന SI-മാർ മുതലാളിയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ? ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ എന്റെ കുര്യാപ്പള്ളി? അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ? അങ്ങനെയാന്നേ പറഞ്ഞയച്ചത്. അവൻ പാലാക്കാരൻ നായരാണെങ്കി ഞാൻ പണിക്കരാ. ഒറ്റ തടിയല്ലയോ, അതിന്റെ അഹങ്കാരമാ. അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ നക്കാപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു SIക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല മുതലാളി. ആ, അപ്പോ അവനൊരു എല്ല് കൂടുതലുണ്ട്. ഓ, ആ എല്ല് നമ്മൾ എടുത്തു കളയണം അല്ലയോ കുര്യാപ്പള്ളി? ഹോട്ടലിൽ എടുത്തു കളയണം മുതലാളി, ഇല്ലെങ്കിൽ അവൻ നമ്മളെ എടുത്തു കളയും. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ വല്ല കാസർകോട്ടേക്കോ കൊയിലാണ്ടിയിലേക്കോ സ്ഥലം മാറ്റാൻ പറ്റും. അല്ലാതെ SI ആയി എന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഒന്നും ആക്കുകയല്ലോ. ഇൻസ്പെക്ടർ സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കാതെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. വിവരങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു കാണത്തില്ല അല്ലേ? ഇല്ലല്ലോ.
അവരെ കൊണ്ട് ഞാൻ പറയിച്ചില്ല. ഈ നാട്ടിൽ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ സ്ഥാപിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ പണിക്കര മുതലാളിയാണെന്ന് അറിയാം. ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശുപത്രി കൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. നല്ലത്. പോസ്റ്റ് ഓഫീസോ ആശുപത്രിയോ നാട്ടുകാരെ സേവിക്കലോ എന്തുവേണേ അയക്കൂ. പക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറി ഭരിക്കാൻ വരരുത്. നിൽക്കൂ. ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു അക്കരെ തുരുത്തുമായി ബന്ധിക്കുന്ന ഒരു പാലം. മുതലാളിയുടെ നേതൃത്വത്തിൽ പാലം പണി തുടങ്ങി. മനുഷ്യക്കുരുതി നടത്തിയാലേ പാലം പണി പൂർത്തിയാവൂന്ന് ജോത്സ്യരെ കൊണ്ട് കവിടി നിരത്തി പറയിപ്പിച്ചു. പാലത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ ജനം മനുഷ്യക്കുരുതി മറന്നു. പക്ഷേ അന്നവിടെ ചവിട്ടിത്താഴ്ത്തിയത് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സാവിത്രിയായിരുന്നു. അവളുടെ വയറ്റിൽ വളർന്നിരുന്ന നിങ്ങളുടെ അവിഹിത ഗർഭത്തെയായിരുന്നു. ഈ വിവരം എനിക്കും ഈ നാട്ടിലെ ചില ചെറുപ്പക്കാർക്കും അറിയാം. ഈ ഗ്രാമത്തിൽ ഒരേ ഒരു ക്രിമിനലേ ഉള്ളൂ. ദാറ്റ് ഈസ് യു. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു.